ഒരു കാര്യം പറയാൻ മറന്നുപോയി. അടുത്ത ആഴ്ച എൻ്റെ പെണ്ണ് കാണലാണ്. തന്നെ കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചോ? ഉണ്ണി ചോദിച്ചു. വിവാഹം ഉടനെയില്ല, വെറുതെ ഒന്ന് പറഞ്ഞു വെക്കുമെന്ന് മാത്രം. എൻ്റെ കൂട്ടുകാരിയുടെ ആങ്ങളെയാണ് ചെറുക്കൻ. എന്നാ വരുന്നത്? ഉണ്ണി ചോദിച്ചു. അടുത്ത ആഴ്ച ഏതെങ്കിലും ദിവസമായിരിക്കും, സോഫി മറുപടി പറഞ്ഞു. ഉണ്ണി വിവാഹത്തെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ലേ? സോഫി ചോദിച്ചു. സമയമുണ്ടല്ലോ, ആദ്യം ഈ ബാച്ചിലർ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യട്ടെ. ഉണ്ണി മറുപടിയും കൊടുത്തു. പറഞ്ഞതുപോലെ 2-3 ദിവസത്തിനു ശേഷം അവർ വന്ന് സോഫിയെ കണ്ടു. ചെറുക്കനും ഗൾഫിലാണ് ജോലി. 2 വർഷത്തിനുള്ളിൽ വിവാഹം നടത്താമെന്ന ധാരണയായി. പിന്നീട് സൗദിയിലേക്ക് പോകാനായി തയ്യാറെടുക്കുകയായിരുന്നു സോഫി. എയർപോർട്ടിൽ ജോലി തിരക്ക് കാരണം എത്താൻ ഉണ്ണിക്ക് സാധിച്ചില്ല. പോകുമ്പോൾ ഉണ്ണിയെ കാണാൻ പറ്റാതെ പോയത് അവളുടെ മനസ്സിൽ ഒരു വേദനയായി കിടന്നു. മരുഭൂമിയിലെ 2 വർഷങ്ങൾ വളരെ പെട്ടെന്ന് കടന്നുപോയി. ഇതിനിടയിൽ മൊബൈൽ ഫോണൊക്കെ വന്നത് കാരണം കത്തുകൾ ഫോൺ കോളിന് വഴിമാറി. ഇതിനിടയിൽ പല സുഹൃത്തുക്കൾ വഴി സൗദിയിൽ നിന്നും വീട്ടിലേക്ക് കൊടുത്തുവിടുന്ന സാധനങ്ങളെല്ലാം ഉണ്ണിയായിരുന്നു വീട്ടിൽ എത്തിച്ചു കൊടുത്തിരുന്നത്. ഇരുവരുടെയും സൗഹൃദം ഒട്ടും മങ്ങലേൽക്കാതെ തുടർന്നു. സോഫി സൗദിയിൽ നിന്നും തിരിച്ചു വരുന്ന ദിവസം എയർപോർട്ടിൽ സിബിയോടൊപ്പം ഉണ്ണിയും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിയെ കണ്ടപ്പോൾ സോഫിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. താനങ്ങ് തടിച്ചല്ലോ. കണ്ടപാടെ ഉണ്ണിയുടെ ആദ്യത്തെ കമന്റ് അതായിരുന്നു. സിബിയും അത് സപ്പോർട്ട് ചെയ്തു. സിബി ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ട് അന്ന് സോഫിയുടെ വീട്ടിലേക്ക് വരാൻ ഉണ്ണി തയ്യാറായി. ആദ്യമായാണ് ഉണ്ണി സോഫിയുടെ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ ആ വീട്ടിൽ എല്ലാവരെയും നന്നായി ഉണ്ണിക്കറിയാം. അവർക്ക് തിരിച്ചും. സിബിയോടൊപ്പം കയറി വരുന്ന ഉണ്ണിയെ അമ്മച്ചി അതിശയത്തോടെ നോക്കി. അമ്മച്ചിക്ക് ആളെ മനസ്സിലായോ? സോഫി ചോദിച്ചു. ഇല്ല, ആരാ മോളെ? അമ്മച്ചി, ഇതാണ് ഉണ്ണിച്ചേട്ടൻ. സിബി പരിചയപ്പെടുത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് ഉണ്ണിയെ ഇഷ്ടമായിരുന്നു. പിന്നീട് ഉണ്ണിയുടെ സ്വഭാവവും രീതികളും എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചുനേരം അവിടെ ഇരുന്ന് എല്ലാവരോടും സംസാരിച്ചതിനു ശേഷമാണ് ഉണ്ണി യാത്ര പറഞ്ഞിറങ്ങുന്നത്. അന്ന് മുതൽ എന്നും സോഫിയും ഉണ്ണിയും ഫോൺ വിളിക്കാൻ തുടങ്ങി. ചേച്ചി, അമ്മച്ചിക്ക് ഉണ്ണിച്ചേട്ടനെ ഒരുപാട് ഇഷ്ടമായി, സിനി ആവേശത്തോടെ പറഞ്ഞു. അങ്ങനെ അമ്മച്ചി നിന്നോട് പറഞ്ഞോ? സോഫി ചോദിച്ചു. പിന്നല്ലാതെ, അമ്മച്ചി പറയുവാ ആ ചെറുക്കൻ ക്രിസ്ത്യാനിയായിരുന്നെങ്കിൽ ചേച്ചിയെ കൊണ്ട് കെട്ടിക്കാമായിരുന്നു എന്ന് സിനി പറഞ്ഞു. ചിരിയോടെ ആണെങ്കിലും അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഒരു വല്ലായ്മ തോന്നി സോഫിക്ക്. അങ്ങനെയൊന്നും ഇതുവരെ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഉണ്ണിയുടെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകില്ല. എന്നാലും അമ്മച്ചി ഇങ്ങനെ ചിന്തിച്ചോ? സോഫിക്ക് അത്ഭുതം തോന്നി. പെട്ടെന്ന് ഫോണെടുത്ത് ഉണ്ണിയെ വിളിച്ചു. ഹലോ, തിരക്കിലാണോ? സോഫി ചോദിച്ചു. എന്ത് തിരക്കാണ്, താൻ പറ. എപ്പോ എത്തി വീട്ടിൽ? സോഫി ചോദിച്ചു. മണിക്കൂറുകൾ എടുത്തു. വീട്ടിൽ അമ്മച്ചിക്കൊക്കെ ഉണ്ണിയെ ഒരുപാട് ഇഷ്ടമായി. എനിക്കും തൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും ഇഷ്ടമായി. അല്ല, നാട്ടിൽ വന്നിട്ട് തൻ്റെ വുഡ്ബിയെ കാണാൻ പോകുന്നില്ലേ? അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചു കൂടിയില്ല. ഇടയ്ക്കൊക്കെ ജോബി ഫോൺ വിളിക്കുമായിരുന്നു. പക്ഷേ സംസാരിക്കാൻ എനിക്ക് ടൈം കിട്ടിയിരുന്നില്ല. ഇപ്രാവശ്യം വിവാഹം കാണില്ലേ? ഉണ്ടാവണം. കാരണം ഞാൻ ഇനി കുവൈറ്റിലേക്ക് പോകാൻ ശ്രമിക്കുകയല്ലേ. അതിനു മുൻപ് എന്തായാലും വിവാഹം ഉണ്ടാകും. എനിക്ക് പക്ഷേ എന്തോ ജോബിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ, തനിക്ക് അയാളെ ഇഷ്ടമല്ലേ? ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ. പിന്നെന്തു പറ്റി? ഉണ്ണി ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ മാച്ച് ആവാമെന്ന് തോന്നുന്നില്ല. ആൾ വേറൊരു ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടറുമായിട്ട് സിങ്ക് ആവുമോ എന്നെനിക്ക് ഡൗട്ടാണ്. അപ്പോൾ തന്നെ സങ്കല്പത്തിലെ ആൾ എങ്ങനെയിരിക്കും? ഇനിയിപ്പോൾ സങ്കല്പം പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്താണെങ്കിലും ഇത് നടത്തും. എങ്കിലും ചുമ്മാ പറ. സത്യം പറയട്ടെ? പറയുന്നേ. എൻ്റെ സങ്കല്പത്തിലുള്ള ആൾ ഉണ്ണിയെപ്പോലെ ഇരിക്കണം. എന്നെ പോലെയോ? എന്നിട്ട് അത് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതിന് നമ്മൾ തമ്മിൽ ഇങ്ങനൊരു ടോക്ക് മുൻപ് നടന്നിട്ടില്ലല്ലോ. അത് ശരിയാ. എങ്കിൽ പിന്നെ തന്നെ ഞാനങ്ങ് കേട്ടെ. ഉണ്ണിയുടെ മറുപടി കേട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു സോഫി. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ണി കാര്യമായിട്ട് പറഞ്ഞതാണോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ഏതായാലും ഈ 5 വർഷം കൊണ്ട് നമ്മൾ നന്നായി പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട്. പിന്നെ തൻ്റെ സങ്കല്പത്തിലുള്ള ആൾ എന്നെ പോലെയല്ലേ? ഉണ്ണി പറഞ്ഞു. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഉണ്ണി. ഇപ്പോൾ ഇത് പറയുന്നതിന് തൊട്ട് മുൻപ് വരെ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് പേരെ വായി നോക്കിയിട്ടുണ്ട്. തന്നോട് ഞാനത് പലവട്ടം പറഞ്ഞു
ബുദ്ധിമുട്ടുമാണ്. പക്ഷേ ഇത്രയും ആത്മാർത്ഥമായൊരു സൗഹൃദം തന്നോട് മാത്രമാണ് തോന്നിയത്. അന്ന് ആദ്യം കണ്ട നാൾ മുതൽ തന്നെ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയാൽ വലിയ തട്ടും കേടുകളുമൊന്നുമില്ലാതെ പോകുമായിരിക്കും. ഉണ്ണി പറഞ്ഞു. പക്ഷെ നമ്മൾ 2 ജാതിയല്ലേ? സോഫി ചോദിച്ചു. എന്ത് ജാതിയാടോ? സ്ത്രീയും പുരുഷനും അത്രയുള്ളൂ. ബാക്കിയൊക്കെ മനുഷ്യരുണ്ടാക്കി വയ്ക്കുന്നവല്ലേ? അപ്പോൾ ശരിക്കും ഉണ്ണി കാര്യമായിട്ട് പറയാ? അതെ. എന്താണ് തൻ്റെ അഭിപ്രായം? അയ്യോ, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ? എനിക്കൊന്ന് ആലോചിക്കണം, സോഫി പറഞ്ഞു. ആലോചിച്ചു പറഞ്ഞാൽ മതി. എന്നാൽ ശരി, ഞാൻ വെക്കുവാണ്. അന്ന് രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് സോഫിക്ക് ഉറക്കം വന്നില്ല. ഇതുവരെ ഉണ്ണിയെപ്പറ്റി ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇന്നങ്ങനെ പറഞ്ഞപ്പോൾ മുതൽ എന്തോ പോലെ ഓരോ പ്രാവശ്യവും ഉണ്ണിയെ കാണാൻ ആകാംക്ഷയുടെയും പ്രതീക്ഷയുടെയും കാത്തിരുന്നിട്ടുണ്ട്. ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും പ്രണയത്തിന്റെ നിറമായിരുന്നില്ല. എന്തുകൊണ്ടോ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഉത്തരം കിട്ടാത്ത സമസ്യയായി ഉണ്ണി അവളുടെ മനസ്സിൽ അവശേഷിച്ചു. പിറ്റേന്ന് വിളിച്ചപ്പോൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഉണ്ണിയോട് ചോദിച്ചു, വെറുതെ പറയുന്നതാണോ അതോ സീരിയസ് ആയിട്ടാണോ എന്ന്. കാര്യമായി തന്നെയാണ് പറയുന്നത് എന്നായിരുന്നു ഉണ്ണിയുടെ മറുപടി. ഉണ്ണിയുടെ വീട്ടിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? 2 വീട്ടിലും സമ്മതിക്കില്ല എന്നുറപ്പാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ്? സോഫി ചോദിച്ചു. ഈ ലോകത്ത് പ്രേമിച്ച് വിവാഹം കഴിച്ചവരൊക്കെ വീട്ടിൽ സമ്മതിച്ചിട്ടാണോ കിട്ടുന്നത്? ഉണ്ണിയുടെ ചോദ്യത്തിന് സോഫിയുടെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് പള്ളി കഴിഞ്ഞു വന്ന് വെറുതെ അമ്മച്ചിയുടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നവനിടയിൽ സോഫി ചോദിച്ചു, അമ്മച്ചി, ഞാൻ ഉണ്ണിയെ കല്യാണം കഴിക്കുന്നവരെ പറ്റി അമ്മച്ചിയുടെ അഭിപ്രായം എന്താണ്? അമ്മച്ചി സോഫിയെ ഒന്ന് രൂക്ഷമായി നോക്കി. അതെങ്ങനെ ശരിയാകുന്നത്? ആ കൊച്ചു ആള് നല്ലവനൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മുടെ ജാതിയല്ലല്ലോ. അമ്മച്ചി പറഞ്ഞു. അപ്പോൾ ജാതിയാണ് പ്രശ്നം, ഉണ്ണിയെ ഇഷ്ടമാണ്. സോഫി മനസ്സിലോർത്തു. നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറന്നേക്കണം. നിനക്ക് താഴെ ഒരു പെൺകുട്ടി കൂടി ഉള്ളതാണെന്ന ഓർമ്മ വേണം. അതിന് മറുപടിയായി ഒന്നും പറയാതെ എഴുന്നേറ്റു. പക്ഷെ അപ്പോഴേക്കും മനസ്സിൽ വടംവലി മുറുകിയിരുന്നു. മറ്റാർക്കും നികത്താൻ പറ്റാത്തൊരു സ്ഥാനം ഉണ്ണിക്ക് തന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ ഫോണെടുത്ത് ഉണ്ണിയെ വിളിച്ചു. ഉണ്ണി, എനിക്ക് ഉണ്ണിയെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ സമ്മതിച്ച് വിവാഹം നടക്കില്ല. തനിക്കിത് ഇഷ്ടമാണെന്ന് കാര്യമായിട്ട് പറഞ്ഞതാണോ? അതെ. എങ്കിൽ വീട്ടിൽ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, അവൻ പറഞ്ഞു. അതെങ്ങനെ? സോഫി ചോദിച്ചു. അതൊക്കെയുണ്ട്. പിന്നീട് പ്രണയമായിരുന്നു. ശരിക്കും പ്രണയം തുടങ്ങുന്നത് അന്ന്